തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥയെ പേട്ടയ്ക്ക് സമീപം ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് ബന്ധുക്കൾ. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു. കേന്ദ്ര ഉദ്യോഗസ്ഥയായതിനാൽ മരണത്തിൽ കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. നേഹയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്, അതിൻ്റെ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ IBക്കും പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. വിവരങ്ങളുമായി ബിനോയ് ചേരുന്നു. ബിനോയ്, യുവതിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. വിവരങ്ങൾ. തീർച്ചയായും ഇന്നലെ രാവിലെയാണ് മേഘയുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. തൊട്ട് പിന്നാലെ ലോക്കോ പൈലറ്റ് തന്നെ മൊഴി നൽകുകയും ചെയ്തു. ഏകദേശം 9:45 റെയിൽവേ ട്രാക്കിലൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോകുന്ന ഒരു യുവതിയെ കാണുകയും അവർ പിന്നീട് ട്രെയിൻ അടുത്തേക്ക് എത്തിയപ്പോഴേക്കും ട്രാക്കിലേക്ക് തല വയ്ക്കുകയും ചെയ്തു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയിരിക്കുന്ന മൊഴി. എന്നാൽ ഈ മൊഴി അംഗീകരിക്കാൻ അല്ലെങ്കിൽ ഈ മൊഴിയുമായി ബന്ധപ്പെട്ട ചില പൊരുത്തക്കേടുകളുണ്ട് എന്ന വാദഗതിയാണ് ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. മേഘ ഒരിക്കൽ പോലും ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യങ്ങളില്ല. പ്രത്യേകിച്ചും അത്തരത്തിൽ ഉള്ള ഒരു കുടുംബത്തിൽ നിന്നല്ല പെൺകുട്ടി ജോലിക്കായി പോയതെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇതിൽ പ്രധാനമായും എടുത്തു പറയുന്ന കാര്യം, ആരെയാണ് ഈ പെൺകുട്ടി ഈ സമയത്ത് ഫോൺ ചെയ്തത്, അവരുമായിട്ടുള്ള ബന്ധം എന്തായാലും, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു സൂക്ഷ്മമായ അന്വേഷണം വേണം എന്ന ആവശ്യമാണ് ഇപ്പോൾ അവരുടെ അടുത്ത ബന്ധുക്കൾ തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇതേ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പേട്ട പോലീസിനും ഒപ്പം IBക്കും പരാതി നൽകിയിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥയാണ് മേഘ. അതുകൊണ്ട് തന്നെ അവരുടെ ഈ ദുരൂഹമായ മരണത്തിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ IBയും അന്വേഷണം നടത്തുന്നുണ്ട്. ഇന്ന് IBയിൽ ചില ഉദ്യോഗസ്ഥർ മേഘയുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെ അവരുമായി ബന്ധുക്കളുമായി സംസാരിക്കും. അതിനുശേഷം നാളെയോടുകൂടിയൊക്കെ ഏകദേശം ഒരു ധാരണയിൽ എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നത്. അതേസമയം മേഘ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മൊബൈൽ ഫോൺ ട്രെയിൻ തട്ടിയ സമയത്ത് പൂർണ്ണമായും തകർന്നതിനാൽ ഇനി സൈബർ സെല്ലിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ മൊബൈൽ ഫോണിൻ്റെ ഡാറ്റകൾ ശേഖരിക്കാൻ കഴിയുകയുള്ളൂ. അത്തരത്തിലൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ അവസാനമായി ആരെയാണ് ഫോൺ ചെയ്തതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. മെനിഞ്ഞാന്ന് രാത്രി അല്ലെങ്കിൽ നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു മേഘയ്ക്ക്. അതിനുശേഷം താമസിക്കുന്ന വീട്ടിലേക്ക് പോകുന്നതിനിടയിലാണ് പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തു കൂടി ഈ പെൺകുട്ടി നടന്നു പോകും. പിന്നീട് ട്രെയിൻ തെറ്റി മരിച്ചതെന്നുമാണ് പോലീസിൻ്റെ മൊഴിയും. പോലീസും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം ഇപ്പോൾ നടത്തി വരികയാണ്.